ഇതിൽ വേഷമിടുന്നവർ ഞങ്ങളുടെ ജാഥ ക്യാപ്റ്റൻ കൂടിയായ ശ്രീ സുധാകരൻ ചൂലൂർ. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ ജാഥയുടെ മാനേജർ കൂടൽ ശോഭൻ മാസ്റ്റർ. ഈ നാടകത്തിലെ ഗാന്ധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ലിനീഷ് നരയംകുളം. ബാക്കി ജാഥാംഗങ്ങളെ സാബു രാമകൃഷ്ണൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. KT രാജപ്പൻ, ഇടുക്കി. ബാലകൃഷ്ണൻ നടുവണ്ണൂർ, കോഴിക്കോട്. ശോഭ തിരുവാലി, മലപ്പുറം. ബിജു ആന്റണി, കണ്ണൂർ. ചിത്ര, പാലക്കാട്. പ്രസീത വെഞ്ഞാറമൂട്, തിരുവനന്തപുരം. സുജീഷ് കല്ലുപാറയിൽ, മലപ്പുറം. ജയരാജ്, മലപ്പുറം. അനിൽകുമാർ, മലപ്പുറം. സോഫിയ ചാക്കോ, കണ്ണൂർ. ദിവ്യ കൃഷ്ണൻ, കണ്ണൂർ. ബോസ് നീലേശ്വരം, എറണാകുളം. വത്സല കരകുളം, തിരുവനന്തപുരം. മഹിൻഗർ കേച്ചേരി, തൃശൂർ. മഹാനായ ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞു: ഗാന്ധിജിയെപ്പോലുള്ള ഒരാൾ മാംസനിബദ്ധമായ മനുഷ്യ ശരീരത്തോടുകൂടി ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഭാവി തലമുറയ്ക്ക് വിശ്വസിക്കാനാവില്ല. മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ഭാഗധേയം സേവനമാണ്. അത് ഗാന്ധിജിയിൽ നിന്നാണ് പഠിക്കേണ്ടത്. നിരായുധനായി ആയുധശക്തിയെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിന് വേണ്ട ധൈര്യവും ഊർജവും ലഭിച്ചത് നിരന്തരമായ ലോകസേവനത്തിലൂടെയാണ്. സാമ്പത്തിക അധിനിവേശത്തിനും വർഗീയതയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിന്റെ ഉദാത്തമായ പ്രതീകമാണ് ഗാന്ധിജി. ആ ജീവിതവും ദർശനങ്ങളും നാൾക്കുനാൾ പ്രസക്തമാവുന്നു ഇന്ന്. ഭാരതത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം, പരമാധികാരം, ജനാധിപത്യം, മതനിരപേക്ഷത, സ്ഥിതിസമത്വം എന്നീ മൂല്യങ്ങൾ അനുദിനം ചോദ്യം ചെയ്യപ്പെടുന്നു. അതിസമ്പന്നരുടെ സുഖഭോഗങ്ങൾക്ക് പരവതാനി നിർത്തുന്ന വികസന നയങ്ങൾ ബഹുഭൂരിപക്ഷത്തെ ജീവിതത്തിന്റെ ഓരങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. വർഗീയത ഫാസിസത്തിന്റെ ഉഗ്രരൂപം കൈവരിക്കുന്നു. ഗാന്ധിജിയും അദ്ദേഹം നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവും ഇതല്ല ഒരിക്കലും ആഗ്രഹിച്ചത്. കവർന്നെടുക്കപ്പെടുന്ന ജന്മാവകാശങ്ങൾക്കും സംസ്കാരത്തിനും ചവിട്ടിമെതിക്കപ്പെടുന്ന ആത്മാഭിമാനത്തിനും കൈമോശം വരുന്ന ജനാധിപത്യ അവകാശങ്ങൾക്കും സാമൂഹ്യനീതിക്കും വേണ്ടിയുള്ള ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുടെ ഒറ്റ അജണ്ടയാണ് ഇന്നിന്റെ ആവശ്യം. അതിന് ജനങ്ങളിൽ ശുഭാപ്തി വിശ്വാസവും കർമ്മോന്മുഖതയും പ്രതിരോധവീര്യവും വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഗാന്ധിജിയിൽ നിന്നും ഇനിയും ഏറെ പഠിക്കാനുണ്ട്. ഇന്ന് നാടിന്റെ പല കോണുകളിലായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ ആളിപ്പടരേണ്ട ചെറുത്തുനിൽപ്പുകൾക്ക് ഊർജവും പ്രചോദനവും പകരുന്നതിനായി ഈ നാടകം ഞങ്ങൾ സാഭിമാനം സമർപ്പിക്കുന്നു. എല്ലാവർക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അഭിവാദ്യങ്ങൾ. മുമ്പ് കേട്ട കവിതയിലെ പോലെ തനിയെ നടന്നു പോകുന്ന ഒരാൾ, അനുഗാമിയും അനുകർത്താവുമില്ലാത്ത ഒരാൾ. എന്നാൽ ഗാന്ധി ഒരു കഥയല്ലായിരുന്നു. ഗാന്ധി ഒരു സ്വപ്നവുമല്ലായിരുന്നു. ഗാന്ധി ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഗാന്ധി ഒരു യാഥാർത്ഥ്യമാകണം നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ നാട്ടിൽ. ഇതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവതരിപ്പിക്കുന്നു ഗാന്ധി. മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാം. ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാം. നിവർന്നു നിൽക്കുന്നെങ്കിൽ സ്വന്തം നട്ടിന്റെ കരുത്തിൽ, നിവർന്നു നിൽക്കുന്നെങ്കിൽ സ്വന്തം നട്ടിന്റെ കരുത്തിൽ, കുതികൊള്ളുകയാണെങ്കിൽ സ്വന്തം നെഞ്ചിൻ ചൂട്ടുവെളിച്ചത്തിൽ, കുതികൊള്ളുകയാണെങ്കിൽ സ്വന്തം നെഞ്ചിൻ ചൂട്ടുവെളിച്ചത്തിൽ.
വസിക്കുന്നു. രക്ഷകനെ കാത്തലയുന്നവരെ രക്ഷയകത്തു വസിക്കുന്നു. രക്ഷയകത്തു വസിക്കുന്നു. ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാൻ. ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാൻ. ഉപ്പുകുറുക്കാനുൾക്കടലുകളിൽ മലറി വിളിക്കുകയാണല്ലോ. ഉപ്പുകുറുക്കാനുൾക്കടലുകളിൽ മലറി വിളിക്കുകയാണല്ലോ. പടയണി ചേരാൻ പല കുറി വീണവർ ഉയർത്തെണീക്കുകയാണല്ലോ. പടയണി ചേരാൻ പല കുറി വീണവർ ഉയർത്തെണീക്കുകയാണല്ലോ. സ്വന്തം നേർപ്പിൽ ഉപ്പുകുറുക്കി ചെറുത്തു നിൽക്കുക സ്വാതന്ത്ര്യം. സ്വന്തം നേർപ്പിൽ ഉപ്പുകുറുക്കി ചെറുത്തു നിൽക്കുക സ്വാതന്ത്ര്യം. ചോരനരുമ്പാൻ കൂടും പാവും നെയ്തലിറക്കൊടി സ്വാതന്ത്ര്യം. ചോരനരുമ്പാൻ കൂടും പാവും നെയ്തലിറക്കൊടി സ്വാതന്ത്ര്യം. ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിക്കും. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान. 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 വരിക വരിക സഹോദരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകലാം. വരിക വരിക സഹോദരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകലാം. ദുഷ്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാം. ദുഷ്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാം. സാമ്രാജ്യത്വം തുളയട്ടെ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. സാമ്രാജ്യത്വം തുളയട്ടെ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക.
ഇരിക്കണം. ആരാ ആരാ എന്താ കാര്യം? പേരെന്താ? മോഹൻദാസ്. അത്രേ ഉള്ളൂ. മുഴുവൻ പേരും പറയണം. മനസ്സിലായോ? മോഹൻദാസ് കരംചന്ദ്. മോഹൻദാസ് കരംചന്ദ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എവിടെയോ കേട്ട പേരാണ്. പരിചയം. എനിക്കൊരു സംശയം. ഇത് നോക്കിയേ. ഒരു മൊട്ടത്തലയിൽ വട്ടക്കണ്ണട ഉണ്ടെങ്കിൽ ഗാന്ധിയായ കാരണവരുടെ ധാരണ. കാരണം ഒരാള് കൊള്ളാമല്ലോ. ഇക്കിടക്കിന് താടിയുള്ള ഒരു മുഴുവൻ യേശു ക്രിസ്തുവാണെന്ന് പറയണം. കിടവാ ചുമ്മാ അഭ്യാസം എടുക്കില്ലേ? എടുക്ക. ഐഡി പ്രൂഫ് ഇവിടെ കാണട്ടെ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. തിരിച്ചറിയാനുള്ള രേഖ വല്ലതും കയ്യിലുണ്ടോ? ആധാർ കാർഡോ വോട്ടേഴ്സ് കാർഡോ റേഷൻ കാർഡോ ഇങ്ങനെ വല്ലതും? അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ പാസ്പോർട്ടോ അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ നമ്പറെങ്കിലും. ഇതൊന്നും ഇല്ലാതെ ഈ ഡൽഹിയിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാൻ പാടില്ല. കാരണം അതും ഈ അസമയത്ത് സംശയാസ്പദമായ സാഹചര്യം. ചുമ്മാ ആഴമെടുക്കെടുത്തത് എടുക്കാനാണ് പറഞ്ഞു. മനുഷ്യരെ ചുറ്റിക്കുക. ഗാന്ധിയാണെന്ന് പറഞ്ഞേ ഞങ്ങൾ പോലീസുകാരെ പറ്റിക്കാന്ന് കരുതി. നടപ്പില്ല. കാരണം ആർമാരെന്ന കേസ്. കയ്യിലുള്ള ഈ മാരകായുധം ഭവന വേദനത്തിനോ കൊലപാതകത്തിനോ ആളൊരു കൊട്ടേഷൻ പാർട്ടിയാണെന്നാവും. ശരിയാ സാർ. എനിക്ക് നടക്ക് വേഗം 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 നിക്കവിടെ. സാറേ ഇത് നോക്കിയേ. എന്താണ്? ബെൽറ്റ് ബോംബിന്റെ ടൈമറാണ്. ആരെന്താ കഴിഞ്ഞ പ്രാവശ്യം നീലമിന്റെ അവാർഡൊക്കെ വാങ്ങി. എനിക്ക് എന്റെ ജീവനാമല്ലോ. എന്റെ അവിടെ ഒറ്റക്ക് നിർത്തിയില്ല. നടക്കില്ല സാറേ. ഇവൻ നമ്മൾ വിചാരിച്ചത് പോലെ അല്ല. ഇവനാളൊരു ഭീകരന കൊടുത്തിയുള്ളതാണ്. എങ്കിൽ ആൾമാറാട്ടം മാത്രമല്ല അട്ടിമറി രാജ്യദ്രോഹം കുറ്റങ്ങൾ പലതാണ്. ഇവരെയും കൊണ്ട് ഈ സമയത്തോടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. ഒരു കാര്യം ചെയ്യും. സാറ് മുന്നിൽ നടക്കും. നീ മുന്നിൽ നടക്ക്. അതല്ല സാറേ. സാറല്ലേ സീനിയർ. സാറല്ലേ മുന്നിൽ നടക്കേണ്ടത്. ഞാനല്ല മുന്നിൽ നടക്കണം. നടക്ക്. സ്റ്റേഷനിലേക്ക് നടക്ക്. വേഗം വേണം. നടക്ക്. അവിടെ നിൽക്ക്. പിന്നെ ഇവന്റെ ആളുകൾ ആരെങ്കിലും നമ്മെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഈ പോലീസുകാരെ കൊല്ലുന്നത് തീവ്രവാദികൾക്ക് ഒരു ലഹരിയാണ്. ആളെ പേടിപ്പിക്കല്ലേ. സത്യം പറ. എത്ര പോലീസുകാർ തട്ടിയിട്ടുണ്ട് നിന്റെ സംഘം? പറയാ സാറേ. ഐഡിയ പിള്ളേ. നിനക്കും ഐഡിയ തന്നെ സാറേ. തന്നെ തെളിയാതെ കിടക്കുന്ന സകല കേസുകളും ഇന്ന് ഈ മൊട്ടത്തലയിൽ വച്ച് കെട്ടണം. നടക്കോട്ടെ. നടക്ക്. സ്റ്റേഷനിലേക്ക് നടക്ക്. നമസ്കാരം. പ്രധാന വാർത്തകൾ. ദില്ലിയിലെ നഗരമധ്യത്തിൽ നിന്നും ഗാന്ധിയോട് രൂപസാദൃശ്യമുള്ള ഒരു വൃദ്ധനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മണിപ്പൂരിലെ സത്യാഗ്രഹ സ്ഥലത്തും കുടംകുളത്തെ സമര വാളണ്ടിയർമാർക്കിടയിലും സമരമുഖത്തും മുസാഫിർപൂരിലെ അഭയാർത്ഥി ക്യാമ്പിലും ഇയാളുടെ സാന്നിധ്യം കണ്ടതായി ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. മണിപ്പൂരും ഡൽഹിയിലും കേരളത്തെ കാസർഗോഡും തമിഴ്നാട് കൂടംകുളത്തും സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ നടത്തുന്ന സമരവേദിയിലും ഇദ്ദേഹത്തെ കണ്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. കൂടുതൽ വാർത്തകളുമായി ദൃശ്യങ്ങളിലേക്ക്. നിഷ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടക്കണ്ണടയും മൊട്ടത്തലയുമുള്ള ഒരാളെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പിടിച്ച 2 പോലീസുകാർ നമ്മോടൊപ്പമുണ്ട്. സാർ, എങ്ങനെയാണ് അദ്ദേഹത്തെ പിടികൂടിയത്? ഞങ്ങൾ പാരമ്പര്യമായി തന്നെ വളരെ വ്യക്തമാണ്. നമുക്ക് തിരിച്ചു വരാം. സാർ, അതിസാഹസികമായി പിടികൂടാനുള്ള സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഞാൻ എന്റെ ബുദ്ധിയില്ലായ്മയാണ് എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത്. ഹലോ പ്രസീത, നമ്മൾ കേട്ട വാർത്തകൾ തികച്ചും ശരി എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിയുടെ രൂപസദൃശ്യമുള്ള ഒരാളെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി പോലീസ് വളരെയധികം തന്നെ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എന്തൊരു മുകില. ഇതുപോലൊരു മേളം ഈ സ്റ്റേഷനിൽ ആദ്യം വന്നത് ഗാന്ധിയോ എന്തോ. ഏതായാലും
ഗാന്ധിയെ കൊണ്ട് നമ്മളെ പോലുള്ളവർക്ക് ഒരു ഗുണം ഉണ്ടായത് ഇപ്പോഴാണ്. ഹലോ സർ, അതെ സർ, ഇന്നലെ രാത്രിയാണ് സർ സംശയാസ്പദമായ സാഹചര്യം. കയ്യിലൊരു വടി, പിന്നെ ബോംബിന്റെ ടൈമർ പോലുള്ള ഒരു ഉപകരണമുണ്ട് സർ. സർ, ബോംബ് സ്ക്വാഡിനെ വിവരം അറിയിച്ചു കഴിഞ്ഞു സർ. ഓ വന്നിരുന്നു സർ, വന്നിരുന്നു. പത്രക്കാരും ടി വിക്കാരും ഒക്കെ വന്നിരുന്നു സർ. ആകെപ്പാട് ഒരു ബഹളമായിരുന്നു സർ. ഇല്ല സർ, ഉടുതുണി ഇല്ല സർ. സോറി സാർ, അങ്ങനെയല്ല പറഞ്ഞത്. ഉടുതുണി എന്ന് പറയാൻ ഒരു ഒറ്റ കൊണ്ട് തോർത്തുള്ളൂ സർ. സർ, ആ പേര് തന്നെയാണ് സാർ പറയുന്നത് സർ. സർ സർ, ഓരോ പൊല്ലാപ്പുകളെ ഒരീച്ച പോലും വളക്കരുതെന്ന് ഉത്തരവുള്ള സ്ഥലമാണ് കേരള ചുറ്റിക്കറങ്ങാൻ കണ്ടുപിടിച്ചത്. ഇല്ല, ഒന്നും പറയാനായിട്ടില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുള്ളൂ. പിടിക്കാം. അല്ല, കേട്ടത് ശരിയാണോ? ഗാന്ധി എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളതാണ് സാർ, ഉള്ളതാണ്. തട്ടിപ്പാണെന്നേ, അതുകൊണ്ടല്ലേ പിടിച്ചകത്തിട്ടത്. ഇക്കാലത്ത് ഒരുത്തനും വിശ്വസിക്കാൻ പറ്റില്ല സാർ. എന്നെ പറ്റിക്കാമെന്ന് ആരും കരുതണം. വിഘടനവാദികൾ പല വേഷത്തിൽ നുഴഞ്ഞു കയറി വരും എന്ന് സാറ് പ്രസംഗിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഒന്ന് കാണണമല്ലോ. ഓ, അതിനെന്താ സാർ വിളിപ്പിക്കാം. എടാ പിള്ളേ, നമ്മുടെ പുള്ളിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എടാ, നമ്മുടെ സാറന്മാർക്കൊന്ന് കാണാനാ. പിന്നെ സാർ, ഈ ഗാന്ധിയാണെന്ന് പറഞ്ഞത് കാരണം വലിയ വലിയ ആളുകളല്ലേ സന്ദർശകർ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടി ഈ സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു നോക്കൂ. ദൈവമേ, ഇത് അതേ ചായ, അതേ ഭാവം, അതേ രൂപം. സാർ, ഞാനൊന്ന് നോക്കാം സാർ. അല്ല, ശരിക്കും പേരത് തന്നെയാണോ? കണ്ടിട്ട് ദയവായി സത്യം പറയണേ. കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ ബോധ്യാവും? അപ്പൊ ഗാന്ധി എന്ന് പറഞ്ഞതിൽ താങ്കൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നർത്ഥം. മഹാത്മാവേ, അങ്ങ് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? വന്നതോ? അതിന് ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പൊ ആവശ്യത്തിനുള്ള ഗാന്ധിയന്മാരും ഒക്കെ ഉണ്ട് അല്ല സാറേ. പിന്നെന്തിനാ ഈ പട്ടിണിക്കോളം പോലുള്ള ഒരു ഗാന്ധി? ഓ, മഹാത്മാവായ അങ്ങക്ക് എല്ലാം മനസ്സിലാകുമല്ലോ. ദയവ് ചെയ്തൊന്ന് മടങ്ങി പോണം. ഇരു ചെവി അറിയാതെ നിങ്ങൾ പുറത്തിറക്കി തരാം. ഇനിയിപ്പോ വന്നത് അങ്ങ് തന്നെയാണെന്ന് പുറത്തിറങ്ങ ജനങ്ങള്, പിന്നെ ഞങ്ങളുടെ അല്ല നമ്മുടെ പാർട്ടിയുടെ കാര്യം. അതേത് പാർട്ടി? ഓ, അങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. ഒന്നും മിണ്ടാതിരിക്കണോ? ഒരു സീറ്റ്, ഒരു മന്ത്രി കസേര അവന്റെ ജീവിതാഭിലാഷമാണ്. എന്റെ ജീവിതാഭിലാഷമാണ്. എനിക്ക് മന്ത്രി കസേര വേണം. അത് തകർക്കരുത്. അങ്ങ് ദയവായി തിരിച്ചു പോണം മഹാത്മാവേ. ലോക്കപ്പിലേക്ക് നടക്കും. കത്തുന്ന ദില്ലിയിലെത്തി ദേവും ഹൃദയവുമായി ഗാന്ധി. കത്തുന്ന ദില്ലിയിലെത്തി ദേവും ഹൃദയവുമായി ഗാന്ധി. പിന്നാലെ വന്നു ഖദറിട്ട ശിഷ്യന്മാർ, ഉള്ളിലോ കോട്ടും പാപ്പാസും. പിന്നാലെ വന്നു ഖദറിട്ട ശിഷ്യന്മാർ, ഉള്ളിലോ കോട്ടും പാപ്പാസും. ഇന്ത്യ സ്വതന്ത്രയാമിപ്പോൾ, അതിൽ ഞങ്ങൾ മന്ത്രിമാർ എന്നു ഗുണച്ചിരുന്നു. ഇന്ത്യ സ്വതന്ത്രയാമിപ്പോൾ, അതിൽ ഞങ്ങൾ മന്ത്രിമാരെന്നു ഗുണച്ചിരുന്നു. കാറി പറക്കുവാൻ കാത്തിരുന്നു, അതിനേതൊരു വേഷവും കെട്ടുന്നവർ. കാറി പറക്കുവാൻ കാത്തിരുന്നോർ, അതിനേതൊരു
നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളാണ് വേണ്ടത്. ഞാനോ നിസ്വൻ. ഞാനെന്തിനും നിങ്ങളെ ഭയപ്പെടണം? കോൺഗ്രസിൽ ഒരണ മെമ്പർ പോലും അല്ലാത്ത ഞാൻ. ഈ നാടിന് വേണ്ടി ജീവിച്ച, ഈ നാടിന് വേണ്ടി മരിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് എനിക്കും ഊതി ഊതി പറയുന്നത്. കടന്നു പോകൂ. സ്വയം ഭരണം കിട്ടിയാലുടൻ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ബാബു, ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ പിടിച്ചത് ചെറിയ മീനല്ല. അതേത് സിനിമ പേര്? അതല്ലടോ, നമ്മൾ പിടിച്ചത് ചെറിയ മീനല്ല. സാറേ, ലൈവല്ല പറ്റി ലൈവ്. ഇപ്പോഴാ പിള്ളേ എനിക്ക് വീട്ടിലും നാട്ടിലും ഒക്കെ ഒരു പേരുണ്ടായി. ആരാ? എന്താ കാര്യം? ഓം ശാന്തി. ഓശാൻ. ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല, അങ്ങയെ ശരിക്കും മനസ്സിലായി. പക്ഷേ എന്തിനാണ് ഈ രണ്ടാം വരവ്? അത് മാത്രം പിടികിട്ടുന്നില്ല. ഭാരതം രാമരാജ്യമാകണമെന്ന അങ്ങയുടെ സ്വപ്നം ഇന്ന് ശിഥിലമാണ്. അതിനുത്തരവാദികൾ മറ്റാരുമല്ല, അങ്ങയുടെ സ്വന്തം അനുയായികൾ തന്നെയാണ്. ഒന്നും കണ്ടും കേട്ടും വേദനിക്കാതെ അങ്ങയെ ഒരൊറ്റ വെടിയുണ്ട കൊണ്ട് അനശ്വരതയിലേക്ക് രക്ഷപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞങ്ങളോട് നന്ദി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങയുടെ സാന്നിധ്യം ഇനി ഒരിക്കലും ഈ ഇന്ത്യക്ക് അനിവാര്യമല്ല. ഒരിക്കൽ അങ്ങയ്ക്ക് മോക്ഷം നൽകിയവരെന്ന നിലയിൽ ഞങ്ങൾക്കത് തീരെ ആവശ്യമില്ല. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും അങ്ങയെ സംബന്ധിച്ച മൂഢപ്രത്യാശയിലാണ്. പ്രച്ഛന്ന ഗാന്ധിമാരെ കൊണ്ട് അവർ നിരാശരായിരിക്കുന്നു. അതുകൊണ്ട് മറ്റെല്ലാവരെയും പോലെ അങ്ങയുടെ രണ്ടാം വരവ് ഞങ്ങൾക്കും മാർഗതടസ്സമായേക്കാം. മടങ്ങിപ്പോവുക, അതാണ് ഞങ്ങൾക്ക് സ്നേഹപൂർവം അങ്ങയോട് പറയാനുള്ളത്. വിഷമേ വെള്ളത്തിലും കാറ്റിലും വിദ്വേഷത്തിൻ വിഷമേ വിചാരത്തിൽ വാക്കിലും കർമ്മത്തിലും
ഗാന്ധി തിരിച്ചു പോവുക. ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രു. ഗാന്ധി തിരിച്ചു പോവുക. ഗാന്ധി തിരിച്ചു പോവുക. ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രു. ഗാന്ധി തിരിച്ചു പോവുക. ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രു. ഗാന്ധി തിരിച്ചു പോവുക. അതാ കുരിശൊരുങ്ങുന്നത് കേൾക്കുന്നില്ലേ? ശപിക്കപ്പെട്ട 16-ാം തീയതി രക്തത്തിന്റെ കൽക്കത്ത, മുഴുവൻ വാഴുന്ന കൽക്കത്ത. വരൂ, ഈ തെരുവിലെ രക്തം കാണൂ. വരൂ, ഈ തെരുവിലെ രക്തം കാണൂ. ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രു. ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രു. ഗാന്ധി തിരിച്ചു പോവുക. ഹിന്ദുക്കളുടെ ശത്രു തിരിച്ചു പോവുക. പോകൂ, ഡൽഹിയിലേക്ക് പോകൂ. അവരോട് പറയൂ, ഇന്ത്യയെ വിഭജിക്കാൻ പറ്റില്ലെന്ന്. ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ വേണ്ടത് അവിടെയാണ്. പോകൂ. ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഇന്ത്യയെ വിഭജിക്കാൻ കഴിയില്ല. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മുകളിൽ നിന്നല്ല, അടിയിൽ നിന്നാണ്. ആദ്യം നിങ്ങൾ ശ്രീരാംപൂരിലെ ജനങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റുള്ളവരും സഹോദരങ്ങളെ പോലെ കഴിയണം. എങ്കിൽ ഇന്ത്യയെ ആർക്കും വിഭജിക്കാൻ കഴിയില്ല. ഞങ്ങൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കാനാ? എന്റെ അമ്മ, എന്റെ കൺമുന്നിൽ വെച്ച മുസ്ലിങ്ങൾ. കുട്ടികളെ തുണ്ടം തുണ്ടമാക്കി ഓടലും പാലിച്ചെറിഞ്ഞ ഈ ഹിന്ദുക്കൾക്ക് ഞാൻ മാപ്പ് കൊടുക്കണോ? ശാന്തരാമു, നിങ്ങൾ ഇരുവരും സഹോദരങ്ങളെ പോലെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയണം. ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും രണ്ടും നാടിനാപത്താണ്. മതത്തിന്റെ നേർ വിപരീതമാണ് വർഗീയത. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മരണം വരെ നിരാഹാരമിരിക്കണം. മറിച്ചായാൽ നിങ്ങളും അത് തന്നെ ചെയ്യണം. നിങ്ങൾ ഇനിയും ഭ്രാന്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ ജീവനോടെ ഇരുന്ന് അതിന് സാക്ഷിയാവില്ല. സാരമില്ല, ബ്രിട്ടീഷുകാർ കൈതല്ലി ഒടിച്ചിട്ടും വാരിയെടുത്ത ഉപ്പ് കൈവിട്ടു കളയാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഇല്ല, ഒരു അനുയായിയുമില്ലെങ്കിലും എനിക്ക് ഈ യാത്ര തുടരാതെ വയ്യ. ആരും കേട്ടില്ലെങ്കിൽ പോവുക ഒറ്റയ്ക്കൊറ്റയ്ക്ക്. വിളിയാരും കേട്ടില്ലെങ്കിൽ പോവുക ഒറ്റയ്ക്കൊറ്റയ്ക്ക്.
കേൾപ്പില്ലെങ്കിൽ പോവുക ഒറ്റയ്ക്കൊറ്റയ്ക്ക്. വിളിയാരും കേൾപ്പില്ലെങ്കിൽ പോവുക ഒറ്റയ്ക്കൊറ്റയ്ക്ക്. പവിത്രമായ രാജ്ഘട്ടിൽ മാരകായുധങ്ങളുമായി സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുകയും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മഹാത്മാഗാന്ധിയാണ് താൻ എന്ന് അവകാശപ്പെട്ട് ആൾമാറാട്ടം നടത്തുകയും ചെയ്തു എന്നതാണ് പ്രതിയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം. പ്രതിയുടെയും പ്രവൃത്തി ജനങ്ങളെയും നിയമവ്യവസ്ഥയെയും കബളിപ്പിക്കുക, അവരെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടിൽ കലാപങ്ങൾ അഴിച്ചുവിടുക, അങ്ങനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടിയതും ദേശവിരുദ്ധമായതിനാൽ ശിക്ഷാർഹമാകുന്നു. അപ്പോൾ ഗാന്ധി എന്ന് അവകാശപ്പെടുന്ന താങ്കൾ യഥാർത്ഥത്തിൽ ആരാണ്? അവകാശവാദമല്ല, യാഥാർത്ഥ്യം. ഞാൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓർഡർ ഓർഡർ. താങ്കൾ കുറ്റം നിഷേധിക്കുന്നു. ഓർഡർ. വാദിവാദം വിസ്താരം ആരംഭിക്കാം. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം സത്യം സത്യം. ഗാന്ധി എന്ന് സ്വയം അവകാശപ്പെട്ടു വന്നിരിക്കുന്ന ഇയാൾ ഇനി യഥാർത്ഥ ഗാന്ധിയാണെന്നിരിക്കട്ടെ, പക്ഷെ ഈ വരവ് തികച്ചും അസ്ഥാനത്താണ്. ഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് പോലുള്ള ആദർശാത്മകമായ പദ്ധതികൾക്ക് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. ഇന്ത്യയുടെ ആത്മാവ് കുടിയിരിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ വികലമാണ്. രാജ്യത്തിന്റെ വികസന പുരോഗതിക്ക് കമ്പോള അടിസ്ഥാനത്തിലുള്ള ആഗോള മാതൃകകളാണ് ഉചിതമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ നമ്മുടെ വ്യവസായികൾ ഇടം പിടിച്ചത് ഈ വികസന തന്ത്രത്തിന്റെ നേട്ടമാണ്. അതുകൊണ്ട് കാലഹരണപ്പെട്ട വികസനാന്തരങ്ങൾ വച്ചു പുലർത്തുന്ന ഇദ്ദേഹത്തെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കാനുള്ളത്. ഇന്ത്യയിലുള്ള കൊട്ടാരക്കെട്ടുകൾ സമ്പന്നതയുടെ ദൃഷ്ടാന്തങ്ങളല്ല. സമ്പത്ത് ഏതാനും ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിച്ചതിനാലുണ്ടായ അധികാരഗർവത്തിന്റെ പ്രകടനങ്ങൾ മാത്രമാണ്. കോടിക്കണക്കിന് ആളുകളുടെ ജീവിത ദുരിത ക്ലേശങ്ങളാണ് ആ രമ്യഹർമ്മ്യങ്ങൾക്ക് പുറകിലുള്ളത്. പാറുന്നു യന്ത്രശാലയ്ക്കകം കാക്കകൾ. നേരം പുലർന്നതാർക്കാക്കെന്നു ചോദിച്ചു പാറുന്നു യന്ത്രശാലയ്ക്കകം കാക്കകൾ. വയ്യ വയ്യുമി ഭാരം അവർന്നു എല്ലുന്തിവേ കാത്തുവേച്ചു പോക്കാളകൾ. ഒടുക്കം വിലാപ്പികൾ പോകാൻ തന്നെ തീരുമാനിച്ചു. ഡൽഹിയിൽ ഉത്സവം കേമായിരിക്കും, നോക്കിക്കോ, വെടിക്കെട്ടൊക്കെ കാണും. നടന്ന് നടന്ന് വലിഞ്ഞു. ബീഹാറിന് ദില്ലിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. നമ്മൾ പുറപ്പെട്ടിട്ട് എത്ര ദിവസമായി എന്നറിയോ? 6 പകലും 6 രാത്രി. അതിനടുത്ത് നശിച്ചൊരു മഴ. കുഞ്ഞാണെങ്കിൽ വല്ലാതെ തളർന്നു. നമ്മൾ 14-ാം തീയതി തന്നെ അവിടെ എത്തുമോ? തളച്ചൊന്നും കാര്യമാക്കണ്ട, നമ്മൾ യുദ്ധം ജയിച്ചില്ലേ, അതാ കാര്യം. നെഹ്റു ആണത്രേ പ്രധാനമന്ത്രിയാകുന്നത്. നെഹ്റു നല്ലോനാണെന്നാ കേൾക്കുന്നേ. ഒരു വന്ന പാവങ്ങൾക്കൊക്കെ ഗതി പിടിക്കുന്ന. അപ്പോ നമ്മൾ കൃഷി ചെയ്യുന്ന കണ്ടൊക്കെ നമുക്ക് കിട്ടുമോ? അത് തീർച്ചയല്ലേ. സെമീൻകാരി സമ്പ്രദായമൊക്കെ അവസാനിപ്പിക്കുന്ന കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നേ. പിന്നെ പഞ്ചായത്ത് നമ്മുടെ ആ ഭരണം നമ്മൾ തന്നെ എല്ലാം തീരുമാനിക്കും. വിത്തും വളവും ഒക്കെ സർക്കാർ തരും. അണക്കെട്ട് വരും. പിന്നെ 2-3 തവണ വിളവും എടുക്കാം. പോരെ? എന്തോ എനിക്ക് വിശ്വാസം വേണ്ടില്ല.
ഗാന്ധി ജയിക്കുമെന്ന് കേട്ടപ്പോഴേ സെമീന്ദാരും മാഹന്തും മുഖിയും ഒക്കെ കൂട്ടത്തോടെ കതിരിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുക. ഇന്നലെ വരെ സാഹിബുമാരുടെ വാലാട്ടികളായിരുന്നു അവര്. ഇനി അവര് നേതാക്കന്മാരാവും. അപ്പൊ അതാണ് കാര്യം. ഞാൻ വെള്ളം കോരാൻ വേണ്ടി പോയപ്പോഴേ കവലയോഗത്തിൽ ജമീന്ദാര് ഗാന്ധിയെ പൊക്കി പറയുന്നത് കേട്ടു. ഇപ്പൊ അവർക്കല്ലേ വില. പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു. ആര് ഭരിച്ചാലും ഭരിക്കുന്നവരുടെ കൂടെ കള്ളന്മാർ ചേരും. കാശോ പണോ ഭൂമി ഒക്കെ അവരുടേതല്ലേ. നമ്മൾ പാവങ്ങള് ഇതുപോലെ കന്നു കഴിയും. അങ്ങനെ വരില്ല. പിന്നെന്തിനാ നമ്മൾ പാടുപെട്ട് സ്വാതന്ത്ര്യം കാണാൻ ഡൽഹിക്ക് പോണത്? നമുക്കും കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരാതിരിക്കില്ല നെഹ്റു. നോക്കി മോളെ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വെളുത്തോര് പോയി കറുത്തോര് വരുന്നതാ. മനസ്സിലായോ? തൊടാലോ? ഇല്ല മോളെ, സ്വാതന്ത്ര്യം വന്നാലും നമ്മൾ അവരാകുമോ? നിനക്ക് എന്താ പറ്റിയേ? എടോ, നെഹ്റുവിന് ജാതി ഇല്ലെന്നാ കേട്ടെ. മനുഷ്യരൊക്കെ ഒറ്റ ജാതിയാ. ഇനി എല്ലാവർക്കും വോട്ട് ചെയ്യാം. എല്ലാവർക്കും റൊട്ടിയും കിട്ടും. കുട്ടികൾക്ക് പാലും കിട്ടും. പിന്നെ വീട്, കിടപ്പാടം, തുണി, അങ്ങനെ എന്തെല്ലാം നമുക്ക് കിട്ടാൻ പോണെന്ന് നിനക്കറിയോ? ഉണ്ടാവണല്ലോ. അതൊന്നും വേണ്ടപ്പ. 2 നേരം റൊട്ടിയും പരിപ്പും തന്നെ ധാരാളം. കേറി കിടക്കാൻ ഒരു കുടി, പണിയാൻ ഇത്തിരി നിലം, അത് മതി നമുക്ക്. ഒക്കെ കിട്ടൂടി വണ്ടി. നീ നോക്കിക്കോ, 14-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് വേണം എന്റെ കൊച്ചുമോക്ക് തിരി പൊന്ന് വാങ്ങാൻ. പിന്നെ നിനക്ക് ഒരു ജോഡി നല്ല കാളെ. ആ കാള നിനക്കെന്താ പറ്റിയേ? ഒരുപാടിക്കോട്ടെ. എടോ, പാട്ട് പാടുമ്പോ ക്ഷീണം കുറയും, നടക്കാൻ ഒരു സുഖവും കിട്ടും. നമുക്ക് ഡൽഹിയിലെത്തണ്ടേ സ്വാതന്ത്ര്യം കാണാൻ? ആ പാടിക്കോ, നിങ്ങൾ പാടിക്കോ. കളവു
വാദിഭാഗം സാക്ഷി വിസ്താരം തുടരാം. സത്യം സത്യം സത്യം. മഹാത്മാഗാന്ധിയെ ഞങ്ങൾ ആരാധിക്കുന്നു. അദ്ദേഹത്തിന്റെ പാവനസ്മരണയിൽ നിന്നും ഞങ്ങൾ ഊർജം കൈവരിക്കും. ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമാക്കുന്നതിന് ഗാന്ധിയുടെ നേതൃത്വവും അദ്ദേഹത്തിന്റെ അനന്യമായ സമരരൂപങ്ങളും വഹിച്ച പങ്ക് ഞങ്ങൾ എക്കാലവും വിലമതിക്കുന്നു. എന്നാൽ സ്വതന്ത്ര ഭാരതത്തെ ഒരു വൻകിട വികസിത രാഷ്ട്രമാക്കുന്നതിന് തീരെ പര്യാപ്തമല്ല അദ്ദേഹത്തിന്റെ ആദർശങ്ങളെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉൽപാദന വ്യവസ്ഥകൾ മാറി, ടെക്നോളജികൾ വളർന്നു, ലോകക്രമം തന്നെ മാറ്റിമറിക്കപ്പെട്ടു. അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക നയമാണ് നമ്മുടെ രാജ്യം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്വയം സമ്പൂർണ്ണ ഗ്രാമങ്ങളെന്ന അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ആഗോള ഗ്രാമം എന്നതാണ് പുതിയ യാഥാർത്ഥ്യം. നമ്മുടെ നാടിന്റെ പുരോഗതി അട്ടിമറിക്കുന്നതിന് ചില വികസന വിരോധികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾക്ക് ശക്തി പകരാനും നാടിന്റെ പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കാൻ മാത്രമേ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് ഉപകരിക്കൂ എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. ഞങ്ങൾക്ക് ഒരു നേരത്തെ അന്നം, തല ചായ്ക്കാൻ ഒരു കൂര, ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരു തുണ്ട് തുണി, ഞങ്ങൾക്ക് വിധിക്കാൻ ഇത്തിരി നിലം, ഞങ്ങളുടെ ഗ്രാമങ്ങൾ, ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമമുണർന്നാൽ ഇന്ത്യ ഉണർന്നു. അവസാനത്തെ പട്ടിണിക്കാരനും പട്ടിണിയിൽ നിന്ന് മോചിതനാകുമ്പോൾ മാത്രമേ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അത്ഭുതം തന്നെ. ഇത്ര വേഗം മിസ്റ്റർ നെഹ്റുവും സുഹൃത്തുക്കളും വിഭജനത്തിൽ സമ്മതിക്കുമെന്ന് നാം കരുതിയിരുന്നതേയില്ല. ലോർഡ് മൗണ്ട് ബാറ്റൻ, മിസ്റ്റർ നെഹ്റുവിന് പ്രധാനമന്ത്രി പദത്തിൽ ഒരു കണ്ണുണ്ടെന്നറിയാമല്ലോ. യെസ്, പക്ഷേ ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളത്. ഐ ഹാവ് എ ഡൗട്ട്. ഗാന്ധി? ഗാന്ധി ഗാന്ധി എന്ന് പറയും. ഗാന്ധി ഭരണത്തിൽ വന്നാൽ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. പിന്നെ പാവങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമായിരിക്കും പ്രാധാന്യം. സ്വാശ്രയത്വം നടപ്പിലായാൽ പിന്നെ നമ്മുടെ കച്ചവടം പൊളിഞ്ഞത് തന്നെ. വിദേശ സാധനങ്ങൾക്കൊന്നും ഇവിടെ വിപണി ഉണ്ടാവില്ല. ഗാന്ധി ആളുകളെയെല്ലാം ആഗ്രഹ നിയന്ത്രണം പരിശീലിപ്പിച്ച് കളയും. മിസ്റ്റർ നെഹ്റു അങ്ങനെയല്ല. ഇന്ത്യക്കാരനാണെങ്കിലും വിദേശിയുടെ മനസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വൻകിടയുടെ ആളാണ്. കൂറ്റൻ വ്യവസായങ്ങൾ, കൂറ്റൻ അണക്കെട്ടുകൾ, പാശ്ചാത്യ പരിഷ്കാരങ്ങൾ, അത് നമുക്ക് ഗുണം ചെയ്യും. നമ്മുടെ മൂലധനം ഇവിടെ സുരക്ഷിതമായി. അതായത് നമ്മുടെ ശരീരങ്ങൾ ഇവിടെ നിന്ന് പോയാലും ആത്മാക്കളെ ഇവിടെ ശേഷിക്കുമെന്ന് ഇന്ത്യൻ ആത്മീയതയ്ക്ക് പറ്റിയത് തന്നെ. ഗാന്ധിയും കോൺഗ്രസും തമ്മിൽ അകം തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. ഗാന്ധി ഒരു പഴഞ്ചനാണെന്നാണ് മിസ്റ്റർ നെഹ്റുവും പട്ടേലും കരുതുന്നത്. അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ടോ അമേരിക്കയോ ആക്കണമെന്നാണ്. വിഭജന പ്രശ്നത്തോടെ ആ അകർച്ച പൂർണ്ണമാകും. നമുക്കും അത് തന്നെ തോന്നുന്നു. ലോർഡ് മീവൽ, വിഭജനം.
പിളരുന്ന നാടിനെ നോക്കി തൻ ഉള്ളുവേവുന്നവനാരാ കൈകളുയർത്തി തലയിൽ വച്ചിങ്ങനെ നീറിക്കരയുന്നതാരാ കൈകളുയർത്തി തലയിൽ വച്ചിങ്ങനെ നീറിക്കരയുന്നതാരാ രണ്ടായി പിളരുന്ന നാടിനെ നോക്കി തൻ ഉള്ളുവേവുന്നവനാരാ എല്ലാ തലയും കുലുങ്ങുമ്പോൾ തൻ തല ലജ്ജിച്ചു താഴ്ത്തിയതായി എല്ലാ തലയും കുലുങ്ങുമ്പോൾ ബാപ്പു, തീരുമാനങ്ങൾ എടുക്കുന്നവരാരും അങ്ങയെ വിളിക്കുന്നില്ലല്ലോ. അങ്ങയുടെ ആദർശങ്ങൾ എല്ലാവരും മറന്നു കഴിഞ്ഞിരിക്കുന്നു. നെഹ്റുവും പട്ടേലും വിഭജനത്തിന് സമ്മതിച്ചേക്കാമെന്ന് കേൾക്കുന്നു. വേറെ വഴിയില്ലത്രേ. അവർക്ക് എന്റെ ഫോട്ടോകളും പ്രതിമകളും മതി. എന്നെ സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അവരെന്റെ വാക്കുകൾ കുപ്പത്തൊട്ടിയിൽ എറിയുകയാണ്. അങ്ങനെ പറയരുതേ. ഇന്ത്യ എന്നും ബാപ്പുവിന്റെ ശബ്ദത്തിന് ചെകിടർത്തിട്ടുണ്ട്. എല്ലാ ഉറപ്പുകളും എന്നെ വിട്ടുപോവുകയാണ്. ഏകാഗിയായ ഒരു പാവം വയസ്സൻ മാത്രമാണ് ഞാനിപ്പോൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം കാണാൻ ഞാൻ ജീവിച്ചിരുന്നതെന്ന് വരില്ല. അവസാന കാലത്ത് ഈ വൃദ്ധനെ അലട്ടിയിരുന്ന വേദനകൾ വരും തലമുറയെങ്കിലും അറിയട്ടെ. ആ വേദനയുടെ ഓർമ്മയെങ്കിലും അന്യോന്യം പൊരുതുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ശുദ്ധീകരിക്കട്ടെ. എല്ലാ വീട്ടിലും ദീപാവലി എന്നാൽ ഇങ്ങൊരു വീട്ടിലിരുട്ടെന്നോ എല്ലാ വീട്ടിലും ദീപാവലി എന്നാൽ ഇങ്ങൊരു
അങ്ങേക്ക് ജന്മദിനാശംസകളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പൂക്കൾ ഓർമ്മിക്കണമെന്ന് കരുതിയതല്ല, പക്ഷേ ആളുകളും കത്തുകളും കമ്പികളും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് 125 വയസ്സുവരെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ലോകത്തെ മുഴുവൻ അഹിംസ പഠിപ്പിക്കാൻ. എന്നാൽ ഇന്ന് എൻ്റെ സ്വന്തം ജനതയെപ്പോലും അഹിംസ പഠിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കിന്ന് ഉപവാസമാണ്. എൻ്റെ തോൽവിയുടെ പിറന്നാളാണിന്ന്. ആളുകൾ എന്നെ അഭിനന്ദിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. അനുശോചിക്കുകയല്ലേ വേണ്ടത്? ഇന്ത്യക്ക് സ്വരാജ്യം ലഭിച്ചത് അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല പട്ടേൽ. ഊരും പേരും അറിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗമാണ് ഇന്ത്യയെ സ്വതന്ത്രയാക്കിയത്. അതും നിസ്വരായ മനുഷ്യർ. പണിശാലകളിൽ പണി നിർത്തിവെച്ചും കുടുംബത്തെ പട്ടിണിക്കിട്ടും തടവറയുടെയും മരണത്തിന്റെയും ഇരുട്ടിലേക്ക് നെഞ്ചുവിരിച്ചു കടന്നുപോയ ദേശസ്നേഹികൾ. എങ്കിലും അങ്ങ് കാണിച്ച മതി, പ്രശംസകൾ എന്നെ ഭയപ്പെടുത്തുകയാണ്. ആട്ടെ, എന്തു പറ്റി ജവഹർ? പെട്ടെന്ന് വൃദ്ധനായതുപോലെ. ബാപ്പു, ഒരുപാട് നാളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. നരകത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് ഒരനുഗ്രഹമല്ലല്ലോ. നിങ്ങൾ സ്വയം അങ്ങനെ വിലയിരുത്തുന്നുവല്ലേ? ക്ഷമിക്കണം ജവഹർ, നിങ്ങളുടെ ആസൂത്രണ രീതികളോട് എനിക്ക് തെല്ലും യോജിക്കാൻ കഴിയുന്നില്ല. അത് ഗ്രാമങ്ങളെ തകർത്ത് പട്ടണങ്ങളെ വളർത്തും. സ്വാശ്രയത്വം നഷ്ടപ്പെട്ടാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടും. ഇനി വിദേശികൾ വരുന്നത് നേരിട്ടാവില്ല. അവർ നമ്മുടെ വിഭവങ്ങൾ കൈയടക്കും. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ നാട് ഒരു അങ്ങാടിയാക്കും. ബാപ്പു, കൈത്തൊഴിലുകൾക്കും ഗ്രാമീണ വികസനങ്ങൾക്കും നമ്മൾ പ്രത്യേകം സംരക്ഷണം നൽകുന്നുണ്ടല്ലോ. ആ സംരക്ഷണം ആവശ്യമാക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രകൃതി, മനുഷ്യൻ, ആനന്ദം, ഇവയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലതാനും. ബാബു, നിങ്ങൾ കുറെ കാലം ഗ്രാമങ്ങളിൽ പോയി താമസിക്കണം. അവർ കാലുകളെ കഴുകുന്ന കുളത്തിലെ വെള്ളം കുടിക്കണം. വേലിൽ കുനിഞ്ഞു നിന്ന് പണിയെടുക്കണം. ആട്ടും തുപ്പുമേറ്റ് പട്ടിണി കിടക്കണം. അവരുടെ ജീവിതം മനസ്സിലാക്കണം. ഇന്ത്യയെ ശരിക്കും കണ്ടെത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ നെഹ്റു? സത്യം സത്യം സത്യം. 1948 ജനുവരി മാസം 30-ാം തീയതി, അതായത് 66 വർഷം പിറകോട്ട്, മരണമുഹൂർത്തം വൈകുന്നേരം 5:17. മരണരാശി മിഥുനം, ആത്മഗതി ഇടവത്തിൽ, ഇടവത്തിന്റെ അധിപനോ ശുക്രൻ, ശുക്രനിൽ ആത്മഗതി, സ്വാർത്ഥ പിണ്ടങ്ങൾ വേണ്ടാത്ത സദ്ഗതി. ഒരിക്കൽ ബ്രഹ്മപദത്തിലേക്ക് പറഞ്ഞയച്ച ആ വൃദ്ധൻ വീണ്ടും ഭൂമിയിൽ അവതരിക്കുക അസാധ്യം. ബ്രഹ്മപദത്തിൽ എത്തിച്ചേരുന്ന ജീവൻ കൽപ്പാന്തം ബ്രഹ്മാനന്ദമാണ്. വീണ്ടും പിറക്കാൻ ഒരു പരാന്തകാലം വേണം. ഞാൻ ബ്രഹ്മപദം പുകിയെന്നോ? എന്റെ ജനതയാണ് എന്റെ ബ്രഹ്മപദം. ഞാൻ ആ ജനതയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. എന്നും ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഉണ്ടാവണം. അത് പറ്റില്ല. ഞങ്ങൾക്ക് ഈ നാടിനെ ശുദ്ധീകരിക്കണം. അതുകൊണ്ട് ഈ വൃദ്ധൻ സ്വയം തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തിരിച്ചയക്കുക. അന്നും ഇന്ത്യയിലുണ്ടായിരുന്നു തിരിച്ചു പോകാൻ എന്നോട് ആവശ്യപ്പെട്ടവർ.
ഒരു ലഹളയും ഉണ്ടായില്ല. ഓ, അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും അങ്ങേ തന്നെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്നവർ തന്നെ എന്നെ വഞ്ചിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ആട്ടെ, മറ്റിടങ്ങളിലെ വിവരം വല്ലതും? ബാബു, ഡൽഹിയിൽ ആഘോഷങ്ങൾ കേമായിരുന്നു. മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറൽ അധികാരമേറ്റു. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ചാർജ് എടുത്തു. നല്ല മഴയായിരുന്നു ബാബു. എന്നിട്ടും 10,000-കണക്കിന് ആളുകൾ കൊടിയും വിഷയെല്ലാം കണ്ടു. ബീഹാറിൽ നിന്നും നടന്നു വന്ന കൃഷിക്കാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, പാഴ്സികൾ, സിഖുകാർ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ജയ് ഹിന്ദ് വിളിക്കുകയായിരുന്നു. ബോംബെയിലും വലിയ ആഘോഷമായിരുന്നു ബാപ്പു. പഞ്ചാബിലോ? പെഷർവാർ, അമൃത്സർ, ലാഹോർ, റാവൽപിണ്ടി. ഞാൻ അതെങ്ങനെ പറയും ബാപ്പു? ലാഹോറിൽ ഓടകളിൽ ചോര ഒഴുകുകയാണ്. റോഡിൽ ശവങ്ങൾ കിടന്നഴുകുന്നു. ആകാശത്ത് നിറയെ കഴുകന്മാർ. തെരുവുകളിൽ ലാത്തികളും മുളവടികളും വാളുകളും ഭരണമേറ്റെടുത്തിരിക്കുന്നു. കുട്ടികളെ തീയിൽ പൊരിക്കുന്നത് ഞാൻ കണ്ടു ബാപ്പു. സ്ത്രീകളെയെല്ലാം മാനഭംഗപ്പെടുത്തി വെട്ടിക്കൊല്ലുകയാണ്, അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുന്നു. മതം മാറാൻ കൂട്ടാക്കാത്തവരെ മണ്ണെണ്ണ ഒഴിച്ച് തീയിടുകയാണ് ബാപ്പു. മാനം കെടുത്തുമെന്ന് ഉറപ്പാകുമ്പോൾ സ്ത്രീകൾ കുട്ടികളെ പുരമുകളിൽ നിറഞ്ഞു കൊല്ലുന്നു. എന്നിട്ട് തീയിൽ ചാടി മരിക്കുന്നു. അമൃത്സറിൽ വന്നിരുന്ന തീവണ്ടിയിൽ നിന്നും ഒരാൾ പോലും പുറത്തിറങ്ങിയില്ല. കാണിച്ചു നോക്കുമ്പോഴാ അതിൽ നിറയെ ശവങ്ങളായിരുന്നു. ഇന്നലെ വരെ പശുക്കളെ പോലെ ശാന്തരായിരുന്നവർ ഇന്ന് കെടുകളെ പോലെ ചാടി വീഴാ മനുഷ്യരുടെ. ബാപ്പു, 5 നദികളും രക്തമായി മാറിക്കഴിഞ്ഞു. ബാപ്പു, ഒരിടത്തൊരു കുഞ്ഞിൻ പൊട്ടിയ പാദസരം, ഒരിടം മുലക്കുപ്പി തലയറ്റൊരു പാവ, ഒരിടത്തൊരമ്മ തൻ തുളവീണ കമ്മീസിൻ ശകലം, ഒരിടത്തൊരച്ഛന്റെ കരിഞ്ഞ മേൽക്കുപ്പായം, ഒരിടത്തൊരു കാട്ടുചെടിയിൽ കുരുങ്ങിയ മകൾ തൻ ശിരോവസ്ത്രം, ഒരിടത്തനാഥമായി കരയും കാലിക്കൂട്ടം. വെന്തതാമുടൽ പാതി കൊയ്തതാം വയൽ, പാതി ഉണ്ടൊരു കിണ്ണം, പാതി നീർ നിറഞ്ഞൊരു പാതയോരത്തെ കുടം, പാതി ഓടിയ ദൂരം, പാതി പാടിയ ഗാനം, പാതി കണ്ടൊരു സ്വപ്നം, പാതി തൂറിയ കണ്ണീർ, പാതി പോകവേ വീണഭീതരാം കിളികൾ തൻ തൂവലിൻ മഴ. അതെ, സ്നേഹത്തിന്റെ നദി വറ്റി വരണ്ടു പോയിരിക്കുന്നു. എന്റെ വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ടെന്ന് ഞാൻ അഹങ്കരിച്ചു. എന്റെ മനസാക്ഷിയുടെ ശബ്ദം എന്നും
എനിക്കും എൻ്റെ നാട്ടുകാർക്കും നേർവഴി കാട്ടുമെന്ന് ഞാൻ വ്യാമോഹിച്ചു. പക്ഷേ ഇനിയും സാക്ഷികൾ ആരെങ്കിലും ബാക്കിയുണ്ടോ? സത്യം 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 ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഒരു രാഷ്ട്രപിതാവ് ഉണ്ടായിരിക്കുക എന്നത് ഏതൊരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളവും അഭിമാനമാണ്. ഗാന്ധി ജനിച്ച നാടാണിത്. ഇങ്ങനെ ഒരാളുടെ നാട്ടുകാരനായിരിക്കുക എന്നത് നമ്മൾ ഓരോരുത്തർക്കും അഭിമാനമാണ്. നമുക്ക് ചില്ലിട്ട് സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വാക്കുകളും പ്രതിമകളും വേണം. രക്തസാക്ഷി ദിനത്തിൽ പുഷ്പചക്രം അർപ്പിക്കാൻ രാജ്ഘട്ട് വേണം. ജയന്തി ദിനത്തിൽ ക്യാമറകൾക്ക് മുന്നിൽ ചെല്ലാൻ രഘുപതി രാഘവ വേണം. വില്ലേജ് ഓഫീസ് മുതൽ ന്യായാസനങ്ങളും നിയമനിർമ്മാണ സഭകളും വരെയുള്ള അധികാര കേന്ദ്രങ്ങളുടെ ചുവരുകളിൽ എല്ലാറ്റിനും സാക്ഷിയായി ആണിത്തുമ്പിൽ തൂങ്ങി നിറഞ്ഞ ചിരിയോടെ അദ്ദേഹം സ്ഥിതി ചെയ്യണം. അന്നത്തിനും അഴിമതിക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന നോട്ടുകളിൽ രാജ്യത്തിന്റെ നാണയ വ്യവസ്ഥയുടെ ബ്രാൻഡ് അംബാസഡറായി അദ്ദേഹം അങ്ങനെ വിരാജിക്കണം. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തോടുള്ള കടമ നിറവേറ്റി ഞങ്ങൾ കൃതാർത്ഥരായിക്കൊള്ളാം. ധന്യനാകാൻ ഇതിലധികം മറ്റെന്താണ് ഗാന്ധിക്ക് വേണ്ടത്? പിന്നെ എന്തിനീ രണ്ടാം വരവ്? അത് മനസ്സിലാവുന്നില്ല മഹാത്മാവേ, ശരിയാവില്ല. ബുദ്ധനെ നാടുകടത്തി ഞങ്ങൾ ക്രിസ്തുവിനേകി പിറന്ന സമ്മാനം ഒരു പുത്തൻ കുരിശ്. നിന്നെ തട്ടാൻ വഴി കാണാതെ കണ്ടെത്താതെ ഇരുന്നിടുമെന്നു അദ്വൈതത്തിൻ നാട്ടാ, അദ്വൈതത്തിൻ നാട്ടാ. നിന്നെ തട്ടാൻ വഴി കാണാതെ കണ്ടെത്താതെ ഇരുന്നിടുമെന്നു അദ്വൈതത്തിൻ നാട്ടാ, അദ്വൈതത്തിൻ നാട്ടാ, അദ്വൈതത്തിൻ നാട്ടാ, അദ്വൈതത്തിൻ നാട്ടാ, അദ്വൈതത്തിൻ നാട്ടാ. വിഷം അല്ലെങ്കിൽ കുരിശ്, കുരിശല്ലെങ്കിൽ കയർ, കയറല്ലെങ്കിൽ തോക്ക്, നിറതോക്ക്. ഇനിയും വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ യാതൊരർത്ഥവുമില്ല. സാക്ഷിമൊഴികൾ കേൾക്കേണ്ട കാര്യവുമില്ല. അന്തിമവിധി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഈ കേസ് ജനുവരി 30 മാറ്റിയിരിക്കുന്നു.
കേസ് അന്തിമ വിധി പറയാൻ ജനുവരി 30 മാറ്റിയിരിക്കുന്നു. വരരുതേ ബാപ്പു, വരരുതേ. ഞങ്ങളിഴകൾ കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും പ്രളയത്തിലും തകർന്നടിഞ്ഞ ഞങ്ങളുടെ കൂരകളിൽ കിടന്ന് ഞങ്ങൾ അഴുകുന്നത് കാണാൻ വരരുതേ ബാപ്പു, വരരുതേ. ഭൂപ്രഭുവിനും വ്യവസായിക്കും വെള്ളവും വൈദ്യുതിയും നൽകാനായി അണക്കെട്ട് ഉയരുമ്പോൾ താഴ്വരകളെ ഞങ്ങളുടെ കിടപ്പാടവും കൃഷിയിടവും ഒലിച്ചു പോകുന്നത് കാണാം. വരരുതേ ബാപ്പു, വരരുതേ. കാടെല്ലാം വെട്ടി നിരത്തി ഞങ്ങളുടെ ചോറും നിറകും തട്ടിപ്പറിച്ച കള്ളന്മാർ ആൺമക്കളെ ഒരു കുപ്പി കള്ളിനും പെൺമക്കളെ ഒരു തുണ്ട് തുണിക്കും വാങ്ങുന്നത് കാണാൻ വരരുതേ ബാപ്പു, വരരുതേ. തൊഴിൽശാലയിലെ വിഷവാതകം കുരുടനാക്കിയ എന്നെ മതവരികളുടെ വടുക്കളും പേറി ചേരിയിൽ നിന്ന് ചേരിയിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ട് ഒടുവിൽ ഏതോ ദൈവത്തിന്റെ പേരിൽ 5 കുട്ടികൾ മാനഭംഗം ചെയ്യപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ശപിക്കപ്പെട്ട എന്നെ യജമാനന്മാർക്ക് സുഖഭോഗ തീർത്തുകൾ ഒരുക്കാൻ തുണ്ട് പുരയിടത്തിൽ നിന്ന് തെരുവിന് വെയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആകെ അറിയാവുന്ന കുലത്തൊഴിൽ നഷ്ടപ്പെട്ട എന്നെ 3000 വർഷത്തെ പീഡനാനുഭവങ്ങൾക്ക് ശേഷം എണീറ്റ് നിൽക്കാൻ നടത്തിയ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ തളർന്നു പോയ ഒരു ദളിതനെ അരുത്, അങ്ങ് കാണരുത്. ഈ സ്വരാജിന്റെ മുഖം അങ്ങ് കാണരുത്. ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ സാമ്രാജ്യത്വത്തിനെതിരെ ഒരിക്കൽ കൂടി പടപൊരുതുവാൻ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയില്ല. ഒരിക്കൽ കൂടി വെടിയേറ്റ് മരിക്കാൻ, നിസ്വനായി ജീവിക്കാൻ, എല്ലാം സഹിക്കാൻ. വേണ്ട ബാപ്പു, വേണ്ട. ബാപ്പു
ഈ മണ്ണും ഇവിടുത്തെ മനുഷ്യരെയും വിട്ട് ഞാൻ എവിടെ പോവാൻ? ഒരു വിശുദ്ധനും ഒരു വഴികാട്ടിയും നിങ്ങൾക്ക് വേണ്ടി പുനരവതരിക്കില്ല. നിങ്ങൾക്ക് അനുയോജ്യമായ കർമ്മപഥം നിങ്ങൾ തന്നെ കണ്ടെത്തുക. എങ്കിൽ ഈ വിധി ഞങ്ങൾ പറയും. നിന്നുയർന്നു വന്നു ഗാന്ധി, എന്നിൽ തന്നെ വീണലിഞ്ഞു ഗാന്ധി. നിന്നുയർന്നു വന്നു ഗാന്ധി, എന്നിൽ തന്നെ വീണലിഞ്ഞു ഗാന്ധി. പുറമയല്ല പരമല്ല പുറമയല്ല ഗാന്ധി, വേഷമൊക്കെയും ചെറുക്കുമെന്ന് അകമയുള്ള ശബദമാണവൻ. അഗ്നിവേഷമൊക്കെയും ചെറുക്കുമെന്ന് അകമയുള്ള ശബദമാണ്. പുതിയ പുതിയ സമരമുഖങ്ങളിൽ, പോരാട്ട ഭൂമികയിൽ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. ഞാനല്ല ഗാന്ധി, നിങ്ങളാണ്. മനസ്സിലും നിർത്തിയാത്ത സമരമാണ്. ഉയർന്നു വന്നു ഗാന്ധി, തന്നെ വീണലിഞ്ഞു ഗാന്ധി. സകലതും അറിവ് പാട്ട് പറയുന്നത് സകലതും വിക്കുവോരെ കടകടത്തിടും വരയ്ക്കുമില്ല സന്ധിയില്ല വിശ്രമം നമുക്ക്. വിക്കുവോരെ കടകടത്തിടും വരയ്ക്കുമില്ല സന്ധിയില്ല വിശ്രമം നമുക്ക്. ഉയർന്നു വന്നു ഗാന്ധി, ഞങ്ങളിൽ തന്നെ വീണലിഞ്ഞു ഗാന്ധി. ഉയർന്നു വന്നു ഗാന്ധി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നും ജനങ്ങൾക്കൊപ്പം ഗാന്ധി ഈ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉയർന്നു വന്നു ഗാന്ധി, തന്നെ വീണലിഞ്ഞു ഗാന്ധി. അറിവ് പാട്ട് പറയുന്നത് സകലതും അറിവ് പാട്ട് പറയുന്നത് സകലതും